പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ JCNDSDയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഞങ്ങളെ ശ്രവിക്കുന്ന JCNDSDയുടെ എല്ലാ ബഹുമാന്യ സബ്സ്ക്രൈബേഴ്സിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിനെ പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുകയും ഒപ്പം നല്ല കമന്റുകൾ എഴുതി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും ഈ രാത്രി ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളോ അല്ലെങ്കിൽ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ ഭാഷയിൽ അത് എഴുതി ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വ്യക്തമായ തിരുത്തലുകൾ ആവശ്യമുള്ളത് ഞങ്ങൾക്ക് ഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ തിരുത്തിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകിയും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധരായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ രാത്രിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ബൈബിൾ ഉപദേശ വിഷയമായി പഠിപ്പിക്കുന്ന സഭകളിലുള്ള വ്യക്തി ജീവിതങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ പെന്തക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ വിശ്വാസികൾ എന്നുള്ളവരുടെ ഇടയിൽ ഏറ്റവും അധികം സംശയകരമായിട്ടുള്ള ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യപുത്രനും ദൈവപുത്രനും എന്നുള്ള പുത്രത്വങ്ങൾ. എന്തുകൊണ്ട് യേശു ക്രിസ്തു തന്നെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നു? യേശുവിനെ ജനങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പോൾ ദൈവമായിരിക്കെ യേശു ക്രിസ്തു എങ്ങനെ മനുഷ്യനാകും? മനുഷ്യനായിരിക്കെ എങ്ങനെ ദൈവമാകും? യേശു ക്രിസ്തുവിന് ഇങ്ങനെ രണ്ട് ഇരട്ട പേഴ്സണാലിറ്റി ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പൊതുവിൽ ജനങ്ങളുടെ ഇടയിലുള്ള സംശയങ്ങൾ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ 4-5 ക്വസ്റ്റ്യനുകൾ ഞങ്ങൾ ഈ ദിവസം അഡ്രസ് ചെയ്യാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ ഡിസ്കഷനിൽ സംബന്ധിക്കുന്നത് ദുബൈയിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, കൊച്ചി ചെല്ലാനത്ത് നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ്, കൊട്ടാരക്കരയിൽ നിന്ന് പാസ്റ്റർ എം ബേബി, എറണാകുളത്ത് നിന്ന് ബ്രദർ സൈമൺ എന്നിവരാണ്. ഒപ്പം ഞാൻ ബ്രദർ ജോസ് വർഗീസ് ഫ്രം കോട്ടയം. ഈ ദിവസം ഞങ്ങൾക്ക് ചോദ്യമായും സംശയങ്ങളായും കമന്റുകളായും ലഭിച്ചിട്ടുള്ള മനുഷ്യപുത്രനെയും ദൈവപുത്രനെയും സംബന്ധിച്ച് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പുത്രത്വങ്ങൾ എന്തുകൊണ്ട് വ്യത്യാസമായിരിക്കുന്നു? എന്തുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യപുത്രനും ദൈവപുത്രനുമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകുവാൻ കഴിയും എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ടുള്ള എൻ്റെ ചോദ്യം പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന് രൂപമില്ല. വ്യക്തമായി പറയുകയാണെങ്കിൽ യോഹന്നാൻ 4:24 യേശുക്രിസ്തു പറയുന്നു ദൈവം ആത്മാവാണ് എന്നാണ് പറയുന്നത്. അപ്പോ ആത്മാവായ ദൈവം സർവസൃഷ്ട പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന, ബൈബിൾ പറയുന്നു മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം എങ്ങനെ ഉൽപ്പത്തി 1:26 പറയും പോലെ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയത്? അപ്പൊ ദൈവം ആത്മാവാണ് എങ്കിൽ എപ്രകാരമാണ് ആ ആത്മാവ് ആയ ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ, നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനെ, നമ്മെപ്പോലെ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരുന്ന ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവം എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത്? എന്താണ് ബൈബിൾ അതിനെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിക്കുന്ന വസ്തുതകൾ എന്നുള്ള കാര്യത്തെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD എന്ന ഗ്രൂപ്പിൽ
ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോസ് വറീസ് ഭാഷ ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടുവല്ലോ, ദൈവത്തിന് രൂപമില്ല. ദൈവത്തിന് രൂപമില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. ആവർത്തനം 4:15 പറയുന്നു ദൈവം. ശേഷം 4:24 പറയുന്നു ദൈവം ആത്മാവാകുന്നു. റോമർ 1:23 പറയുന്നു അവൻ അക്ഷയനാകുന്നു. അതുപോലെ തന്നെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്, അദൃശ്യനാണ്, അക്ഷയനാണ്, രൂപമില്ലാത്തവനാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഈ രൂപമില്ലാത്ത ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ വ്യാജമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ന്യായമായിട്ട് മറ്റുള്ളവരുടെ ചോദ്യമാണ് കേട്ടോ, ഞങ്ങളുടെ ചോദ്യമല്ല. അത് ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ദൈവത്തിന് രൂപമില്ലെങ്കിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനുള്ള വ്യക്തമായ മറുപടിയും വിശുദ്ധ ബൈബിളിൽ തന്നെയുണ്ട്. ദൈവം ആത്മാവാണ്, ദൈവത്തിന് രൂപമില്ല. മറ്റൊരു വസ്തു കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. സംഖ്യ 23:19 വായിക്കുമ്പോൾ വ്യാജം പറയുവാൻ ദൈവത്തിന് കഴിയില്ല എന്നവിടെ പറയുകയാണ്. അതുപോലെ തന്നെ വ്യാജം പറയാത്ത ദൈവം സത്യമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പം ആത്മാവായ ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തനിക്ക് രൂപമില്ല. എന്നാൽ ദൈവിക പദ്ധതി പ്രകാരം ഭാവിയിൽ താൻ എടുക്കുവാൻ പോകുന്ന ഒരു രൂപമുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോ ഒരു വീട് വെക്കുക. ആ വീട് എങ്ങനെ വെക്കണം എന്ന് ആ വീടിന്റെ ഒരു രൂപം, അതിന്റെ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ട്. അതിനുശേഷം പണം കിട്ടിക്കഴിയുമ്പോൾ, അതിന്റെ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് പണം കിട്ടണമല്ലോ, പണമൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ, അപ്പോൾ സമയമായപ്പോൾ നമ്മൾ സമയമാകുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്ന ആ പദ്ധതി അനുസരിച്ച് ഒരു വീട് വെക്കുന്നു. അപ്പോൾ ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തനിക്ക് രൂപമില്ല. പക്ഷെ തന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ താൻ ഭാവിയിൽ എടുക്കുവാൻ പോകുന്ന ഏതു രൂപമോ ആ രൂപത്തെ തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവത്തിന്റെ രൂപം എന്ന് പറയാൻ ഒറ്റ രൂപമേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമാണ് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമെന്ന് കൊലോസ്യർ 1:15 പറയുന്നു. അപ്പൊ കൊലോസ്യർ 1:15 പറയുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ രൂപവും, പിന്നെ പറയുന്നു സർവ സൃഷ്ടിക്കും ആദിജാതനുമാണ്. ഇവിടെ ഈ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് ഒരു സഹോദരൻ എന്നോട് വിളിച്ച് ചോദിച്ചു, അവൻ ആദ്യജാതന, സർവ സൃഷ്ടിക്കും, എല്ലാ സൃഷ്ടിക്കും മുൻപ് ഈ പുത്രനെ ആണ് അവിടെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്. അവൻ സർവ സൃഷ്ടിക്കും ആദിജാതൻ എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ യേശു ക്രിസ്തു അവിടെ അറുക്കപ്പെട്ടോ? ബൈബിള് പറയുന്നു ലോക സ്ഥാപനം മുതൽ അവനെ അറുത്തു എന്നാ പറയുന്നത്. യേശുവിനെ അറുത്തത് അല്ലെങ്കിൽ യേശു യാഗമായത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. അതിനെന്താണ് നിങ്ങൾ മറുപടി പറയുന്നത് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും അദ്ദേഹത്തിന് പറയാനില്ല. വാസ്തവത്തിൽ എന്താണ്? ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന്റെ പദ്ധതിയിൽ മറഞ്ഞിരുന്ന കാര്യങ്ങൾ ചിലത് വെളിപ്പെടുത്തുകയത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യുമെന്നും, പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പദ്ധതി തന്റെ മനസ്സിൽ തയ്യാറായി കഴിഞ്ഞു. ഒരു കുഞ്ഞാട് ഇവിടെ വരണം, കുഞ്ഞാട് പാവമില്ലാത്ത ഒരു കുഞ്ഞാട് യാഗമാകണം. ആ കുഞ്ഞാട് ആരാണെന്നുള്ളത് മറ്റു വിഷയം, കർത്താവിന്റെ ദാസന്മാര് സംസാരിക്കുന്ന വിഷയത്തിന്മേൽ അത് ചേരേണ്ട വിഷയമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ
മനുഷ്യൻ പാപം ചെയ്യുമെന്നും പാപം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുവൻ പാപമില്ലാത്തൊരു കുഞ്ഞാട് കടന്നു വരണമെന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ, അത് ഈ ലോകത്തിൽ വരുന്നതിന് മുൻപേ ദൈവത്തിന്റെ പദ്ധതിയിൽ അത് രൂപപ്പെട്ടു. തന്റെ മനസ്സിൽ, തന്റെ ചിന്തയിൽ അത് രൂപപ്പെട്ട ചരിത്രം അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ആദ്യജാതൻ, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ കടന്നു വരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് മനുഷ്യൻ പാപം ചെയ്യുമെന്നും പാപം ചെയ്യുന്നതിന് മുൻപേ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ മനസ്സിൽ താൻ തയ്യാറാക്കിയ പദ്ധതിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് എന്തില്ല? രൂപമില്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ മണ്ണുകൊണ്ടാണ് ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന, അവൻ നിലത്തെ മണ്ണിൽ നിന്ന് മണ്ണുകൊണ്ട് അവൻ മനുഷ്യന് രൂപം കൊടുത്തിട്ട് അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന. അപ്പൊ ഒരു രൂപം ഉണ്ടാകുകയല്ലേ എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സന്ദർശിക്കുവാനും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഒരു താൽക്കാലിക പ്രത്യക്ഷത എടുത്തിരുന്നു. അത് സ്ഥിരമായിട്ടുള്ള പ്രത്യക്ഷതയല്ല. എന്താവശ്യത്തിന് വേണ്ടി വന്നോ ആവശ്യം കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാകും. അബ്രാഹാമിന്റെ അടുക്കൽ കടന്നു വന്നത് അങ്ങനെയാ. 3 പുരുഷന്മാരെന്നാ പറയുന്നത്. അതിൽ 2 പേര് ദൂതന്മാരായിരുന്നുവെന്ന് 19:1 നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 18:22 കാണുവാൻ കഴിയും. ഒരുവൻ യഹോവയായിരുന്നുവെന്ന്. അപ്പോൾ തടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഏക ദൈവം അതേ ശക്തിയോടെയല്ല കടന്നു വന്നത്. എന്നാൽ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുൻപിൽ കാണത്തക്ക വിധത്തിൽ അവന്റെ ശക്തി കുറച്ചുകൊണ്ട് അവൻ അവിടെ പ്രത്യക്ഷമാകുന്നു. അതിന് അവസര പ്രത്യക്ഷതകൾ അങ്ങനെ ദൂതനായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇപ്രകാരം ഒരു പ്രത്യക്ഷത ദൈവം എടുത്തു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എടുത്തുവെങ്കിലും ഏത് രൂപത്തിലാ? തന്റെ രൂപത്തിൽ. തന്റെ രൂപം ഏതാ? തന്റെ രൂപം അവിടെ വന്നിട്ടില്ല. അത് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആ രൂപം സ്വീകരിക്കണം. അതിനുള്ള വാക്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് റോമാലേഖനം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള വാക്യം അവിടെ 5:14 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം. ദൈവം ആദമിനെ അല്ലേ സൃഷ്ടിച്ചത്? ആദമിനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ആദമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുക വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം. അപ്പോൾ ആദം വരുവാനുള്ളവന്റെ പ്രതിരൂപ പ്രകാരമാണ് സൃഷ്ടിച്ചത്. ആരാ വരാൻ പോകുന്നത്? ദൈവം രൂപത്തിൽ വരാൻ പോകുന്നു. ദൈവം തന്റെ രൂപത്തിൽ വരാൻ പോകുന്നു. അതാണ് വരുവാനുള്ളവൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ വരുവാനുള്ളവൻ കർത്താവായ യേശുവാണെന്ന് ഏത് മനുഷ്യനും അറിയാം. അപ്പോൾ വരുവാനുള്ളവന്റെ രൂപത്തിൽ, രൂപമില്ലാതിരുന്ന ദൈവം, ബൈബിളിൽ ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവചനം 45:10 വായിക്കുമ്പോൾ ആരംഭത്തിങ്കൽ തന്നെ അവസാനവും മേലാൽ ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും മേലാൽ സംഭവിപ്പാനുള്ളതും അവൻ പ്രസ്താവിക്കുന്നുവെന്നാണ്. താൻ നാളെ എന്തായി വരാൻ പോകുന്നുവെന്ന് തനിക്കറിയാം. തന്റെ പദ്ധതി പ്രകാരം വരാൻ പോകുന്ന ആ രൂപത്തെ മുന്നമേ കണ്ടുകൊണ്ട് ആ രൂപത്തിൽ, അല്ലെങ്കിൽ വരുവാനുള്ളവന്റെ രൂപത്തിൽ, വരുവാനുള്ളവൻ താൻ തന്നെ ഈ ലോകത്തിൽ രൂപമെടുത്ത് വരാൻ പോകുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ രൂപത്തിലാണ് അവിടെ സൃഷ്ടി നടത്തിയത് എന്ന് ഞാൻ ചുരുക്കമായി പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. ദൈവത്തിന് രൂപമില്ല, വളരെ കറക്റ്റാണ്. എന്നാൽ ദൈവത്തിന് രൂപം നാളെ എടുക്കാൻ പാടില്ലെന്നില്ല. നമ്മുടെ വീട് ഭാവിയിൽ നമുക്ക് അവസരമൊക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന പ്ലാൻ അനുസരിച്ച് ഒരു വീട് വെക്കുന്നത് പോലെ ദൈവം കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന രൂപം ഏതെന്ന് തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ രൂപത്തിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമായിരുന്നു പാസ്റ്റർ ഉത്തരം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ നെക്സ്റ്റ് ചോദ്യം ബ്രദർ സൈമൺ ബെഞ്ചമിനോടാണ്. ബൈബിളിൽ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ ഒടുക്കത്തെ ആദാം അല്ലെങ്കിൽ സെക്കൻഡ് ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശു ഒടുക്കത്തെ ആദാമാണ് എങ്കിൽ പിന്നെ അവൻ എങ്ങനെ ആദ്യമേ ഉണ്ടാകും?
ആദാമിന് മുമ്പും അവനുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുവിനെ ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും, അവൻ ആദ്യമേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. പ്രൈസ് ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ ജോയ് പാസ്റ്റർ ഓൾറെഡി ടച്ച് ചെയ്ത്, എന്നാലും ഞാൻ അതും കൂടെ കവർ ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ ഈ രൂപത്തിന്റെ കാര്യമാണ്. അപ്പം രൂപം ആദത്തിനെ സൃഷ്ടിച്ച സമയത്ത് ഒരു രൂപത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജെനസിസ് 1:27 വായിക്കുമ്പം, സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ്. അപ്പം ദൈവം ആത്മാവാണ്. അപ്പൊ ആത്മാവിന് എന്തെങ്കിലും ഇമേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഒരു രൂപം, പക്ഷെ ഒരു രൂപത്തിന്റെ കാര്യം ഓൺ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം ഒരു രൂപം ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു. ആ രൂപത്തിലാണ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ക്രിയേറ്റഡ് ഹി ഹിം എന്നാ പറഞ്ഞേക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ഹി ദം എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിനകത്ത്, ഇപ്പം ജോയ് പാസ്റ്റർ ആ പോർഷൻ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്ന എന്തുവാ, നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന്റെ ഫൗണ്ടേഷൻ വെക്കുന്നതിന് മുമ്പേ തന്നെ ലാമ്പിനെ സ്ലീൻ ചെയ്തെന്നാ പറഞ്ഞത്. അപ്പം കുഞ്ഞാടിനെ അറക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഭാവിയില് ദൈവം ജഡത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും ആ ജഡത്തിലുള്ള വേലകൾ ചെയ്തിട്ട് ഈ ക്രൂസിൽ യാഗമായി തീരുമെന്നുള്ള കാര്യം ഈ ഭൂമിയുടെ അടിസ്ഥാനം എഴുതുന്നതിന് മുമ്പേ തന്നെ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആദത്തിനെ സൃഷ്ടിക്കുന്ന കാര്യം എല്ലാം നമ്മൾ കാണുന്നത്. അപ്പൊ ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ 1 Corinthians 15:45-47 വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് സോ ഇറ്റ് ഈസ് റിട്ടൺ ദ ഫസ്റ്റ് ആഡം വാസ് എ ലിവിങ് സോൾ. ആ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് സോളും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ഒരു ഫ്ലഷിനും ഒരു സോൾ ഉണ്ട്, നമ്മളുടെ ഒരു ഇന്നർ മാൻ ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ ആദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് സോൾ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മീയ രീതിയിൽ അവൻ മരിക്കപ്പെട്ട്, പാപം ചെയ്തപ്പോൾ അവൻ മരിക്കപ്പെട്ടു. അപ്പൊ ഹി വാസ് എ ലിവിങ് സോൾ. ലാസ്റ്റ് ആഡം വാസ് എ ക്വിക്നിങ് സ്പിരിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മാവ് തരുന്ന ഒരിതാണ് ലാസ്റ്റ് ആഡം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് ആഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്നോ ആദത്തിന്റെ മുമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്ലാൻ എപ്പോഴാ ഇംപ്ലിമെന്റ് ആവുന്നത് ഇവിടെ തന്നെ നമുക്ക് വായിക്കാം. ഹൗ ബി ഇറ്റ് ദാറ്റ് വാസ് നോട്ട് ദ ഫസ്റ്റ് വിച്ച് ഈസ് സ്പിരിച്വൽ, ബട്ട് ദാറ്റ് വിച്ച് ഈസ് നാച്ചുറൽ, ആൻഡ് ആഫ്റ്റർവേർഡ് ദാറ്റ് വിച്ച് ഈസ് സ്പിരിച്വൽ. The first, ഇനി കേട്ടോണം, the first man is of the earth. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ first man was of the earth, earthly. The second man എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മാനെയാണ് നമ്മൾ ലാസ്റ്റ് ആഡം എന്ന് പറയുന്നത്. സെക്കൻഡ് മാൻ ഈസ് ദ ലോർഡ്. ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ ബൈബിൾ പ്രകാരം ദ ലോർഡ് എന്ന് പറഞ്ഞാൽ യഹോവയാണ്. ഓക്കെ, ദ ലോർഡ് ഫ്രം ഹെവൻ. അപ്പൊ നമ്മള് അതിനുവേണ്ടി നമുക്ക് വായിക്കേണ്ടത് ഡ്യൂട്ടോണമി വായിക്കുമ്പോൾ, ഡ്യൂട്ടോണമി 6:4 വായിക്കുമ്പോൾ, ഹിയർ ഓ ഇസ്രായേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ്. അപ്പൊ ദ ലോർഡ് ആണ് ആ വന്നിരിക്കുന്ന ദ സെക്കൻഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല, ദ ലോർഡ് ആണ്. അത് യഹോവയാണ് ജഡത്തിനകത്ത് വന്നതും. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ആലയാണ് ജഡം. ഓക്കെ, ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യപുത്രന്റെ ജഡമാണ് ദൈവത്തിന്റെ ആത്മാവ് വസിച്ചത്. അതിനെയാണ് യേശു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനാ ഈ ആലയത്തിനെ തകർത്തിട്ട് വേറൊരു ആലയം പണിയുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്രയും വർഷം എടുത്തു, നീ ഇപ്പൊ 3 ദിവസത്തിനാ ഇത് എങ്ങനെ പണിയുന്നുള്ള കാര്യം അവൻ സ്വന്തം ശരീരത്തിനെ പറ്റിയായിരുന്നു പറയുന്നതെന്നുള്ള ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. ആ ശരീരത്തിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണത വസിക്കുന്നതും ആ ഒരു ശരീരമാണ് രൂപാന്തരപ്പെടുന്നതും. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവാൽ വീണ്ടും ജനിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ അതിനെ വീണ്ടെടുക്കുകയും അത് കഴിഞ്ഞിട്ട് ആ ശരീരം രൂപാന്തരപ്പെടുവാണ്. വേർഡ് വാസ് ഗോഡിന്റെ സ്റ്റേറ്റസിൽ നിന്ന് ലോവർ ഡൗൺ ഈ എർത്തിലോട്ട് വന്ന പോലെ തന്നെ വേർഡ് ഈസ് ഗോഡ് നൗ. സോ അതുകൊണ്ടാണ് ബൈബിളിനകത്ത്
which is to come എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം വിച്ച് വാസ് ആദ്യമേ അല്ല, വിച്ച് ഈസ് ആദ്യമേ ഈസ് ആണ്, പിന്നെ വാസ് ആവുന്നത്. അപ്പൊ ഗോഡ് എങ്ങനെയാ വാസും ഈസും ആവുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 ദൈവത്തിന്റെ ജഡീക സ്റ്റാറ്റസ് ആണ്. ഈ ഭൂമിയിലുള്ള ശരീരത്തിലുള്ള പ്രത്യക്ഷതയാണ്. ആ ശരീരത്തിലുള്ള പ്രത്യക്ഷതയ്ക്ക് ഒരു 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 സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്. പക്ഷെ സ്പിരിച്വൽ ബോഡി ആയിട്ട് നേരത്തെയും ദൈവം ആദ്യമേ മാലാഖമാരോടും ആദത്തിനോടും അബ്രഹാമിനോടും എല്ലാം ഇടപെട്ട ആ ദൈവം തന്നെ ജഡത്തിലും പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവം തന്നെയാണ് ഇപ്പം ഈ സിംഹാസനത്തിലിരിക്കുന്ന ആ ശരീരത്തിനകത്താണ് ദൈവത്തിന് സർവസമ്പൂർണതയുള്ളതും. അതാണ് ആ ലാസ്റ്റ് ആഡമായിട്ട് പറയുന്നത്. ആ രൂപത്തിലാണ് ആദത്തിനെ സൃഷ്ടിക്കുകയും ചെയ്തത്. അവസാനത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം നേരത്തെ തന്നെ. പക്ഷെ അവസാനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ സന്തതി പ്രകാരം വരുന്ന ആ സ്റ്റാറ്റസിനെയാണ് അവസാനത്തെ ആദം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്ഷയും മരണമില്ലാത്ത ഒരു സ്റ്റേറ്റസ് ആ സ്പിരിറ്റ് തരുവാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡം എന്ന് പറയുന്നത്. അതിന്റെ ഒരു വചനം കൂടെ ഉണ്ട് റെവലേഷനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ആൻഡ് ഓൾ ദാറ്റ് ഡ്വെൽ അപ്പോൺ ദ എർത്ത് ഷാൽ വർഷിപ്പ് ഹിം. ആരെ? ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യും. ഹൂസ് നെയിംസ് ആർ റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ഓഫ് ദ ലാംബ് സ്ലെയിൻ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. അപ്പൊ ആരാണ് അത് അറിയാൻ പോകുന്നത്? ആരുടെ പുസ്തകത്തിന് ജീവ പുസ്തകത്തിനകത്ത് ആരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ ഇത് മനസ്സിലാകാൻ പോകുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇത് 2 വ്യക്തി 3 വ്യക്തി, തൃത്വക്കാർക്ക് 3 വ്യക്തിയായി രണ്ടാമനുമായി തീരും. പിന്നെ വേറെ 2 വ്യക്തികളും ദൈവത്തിനകത്ത് കാണും. ചില ആൾക്കാർക്ക് മനുഷ്യപുത്രൻ വേറെ, ദൈവപുത്രൻ വേറെ, അവസാനത്തെ ആദം വേറെ, ദൈവം വേറെ എന്നുള്ളത്. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ വായിച്ചല്ലോ കൊറിന്ത്യൻസ് 1:15-47 the second man is the Lord from heaven. The Lord എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഇല്ല. The Lord is one Lord എന്നാ പറഞ്ഞിരിക്കുന്നത്. The Lord is our God എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ അവസാനത്തെ ആദം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ സ്വരൂപമാണ്, അത് അവസാനവുമാണ്. ജീസസ് ഈസ് ബോത്ത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റുമാണ്. അങ്ങനെയാണ് ജീസസ് ഈസ് ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റുമാണ്. ഓക്കെ, ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ബ്രദർ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിരുന്നു ഉത്തരം. ഹല്ലേലൂയ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്റെ ചോദ്യം പാസ്റ്റർ ബേബിയോടാണ്. നമുക്കറിയാം ക്രിസ്ത്യാനികൾ ഇൻ ജനറൽ, കത്തോലിക്കർ മുതൽ പെന്തക്കോസ്ത് വരെയും യഹോവ സാക്ഷികൾ, ക്രിസ്റ്റാ ഡെലിഫിൻസ് എന്നിവരെ ഒഴിച്ചാൽ യേശു ക്രിസ്തു എല്ലാവരുടെയും ദൈവമായിട്ടാണ് എല്ലാവരും വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോ സംഖ്യാപുസ്തകത്തില്, മോശയുടെ പുസ്തകത്തില് 23:19 പറയുന്നത് ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു ദൈവമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിൽ യേശുവിന്റെ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയും? ദേവപാസ്റ്റർ ഉണ്ടോ? ദേവപാസ്റ്റർ ഈ വീഡിയോ ഓൺ ചെയ്തേ. കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഓക്കെ. പരിശുദ്ധ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്വസ്റ്റ്യനാണ് ദാസൻ ഇടവനോട് ചോദിക്കുവാനിടയായി തീർന്നത്. ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല. തീർച്ചയായിട്ടും ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല. എന്നാൽ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവ്വകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കുന്നവനാണ് എന്ന് പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് തന്നെ മനുഷ്യനെ വീഴ്ച സംഭവിക്കുമെന്നുള്ളതായ സത്യം ദൈവത്തിനറിയാം. അപ്പൊ മനുഷ്യന് വീഴ്ച വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടുന്നത് എങ്ങനെയെന്നുള്ളതായ ആ ചിന്തയിൽ കർത്താവ് തന്നെ മനുഷ്യരിൽ ഒരുവനെ പോലെ
ഒരു ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്ലാൻ ചെയ്യുവാനിടയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ തന്നെ നമ്മൾ കാണുന്നു. അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരുമെന്ന്. സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വരുവാനിരിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം ഒരു ശരീരം സ്വീകരിച്ച് സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെയാണ് ഈ മനുഷ്യ വേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന്റെ മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ച് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ അവിടെ പറയുകയാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നതായ ആ പുത്രന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ പറയുന്നത്, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കപ്പെട്ടതുകൊണ്ട് അവനെ പുത്രൻ അഥവാ മനുഷ്യപുത്രൻ എന്നൊക്കെ വിളിക്കുവാനിടയായി തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാലാണ് അവന്റെ ജനനം എന്നുള്ളത് കൊണ്ട് അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. അത് ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇങ്ങനെ സംഗതി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ട് വന്നത് വാസ്തവത്തിൽ സർവശക്തനായ ദൈവം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കാണുകയാണ്. അപ്പോ സ്ത്രീയുടെ സന്തതിയായി അവൻ വെളിപ്പെട്ട് വന്നതുകൊണ്ട് അവനെ മനുഷ്യനെന്നോ മനുഷ്യപുത്രനെന്നോ വിളിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ അവന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടത് കൊണ്ട് അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഈ ദൈവപുത്രൻ എന്ന് വിളിക്കുവാനും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനും കാരണമായി തീർന്നത് ഈ രണ്ട് വിധത്തിലുള്ളതായ ആ ജനന പ്രക്രിയയാലാണ് അവനെ മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും വിളിക്കപ്പെടുവാനിടയായി തീർന്നത്. ഇത് ദൈവം സകലവും സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ കർത്താവിന്റെ ദാസന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്തോത്രം തൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ തൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് കാലസമ്പൂർണതയിൽ സംഭവിക്കുവാനിടയായി തീർന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ
ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് അയച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പ്രസ്താവനയും ദൈവത്തിന്റെ പ്ലാനുമായിരുന്നു. ദൈവം തന്നെ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചത്. അവനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരുന്നു, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വിവിധ നിലകളിലുള്ളതായ പേരുകൾ അവനെ വിളിക്കുന്നു. എങ്കിലും സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത്. അത് തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കൽവരിയിൽ യാഗമാകുവാനായിട്ട് താൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ പാസ്റ്റർ, വളരെ ക്ലിയർ ആയിരുന്നു. പാസ്റ്റർ ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അത് വിൽസം ബ്രദറിനോടാണ് എൻ്റെ ചോദ്യം. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വരുമെന്ന് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, പിതാവ് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം ആർക്കും, വിഗ്രഹങ്ങൾക്കും എൻ്റെ സ്തുതി ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് മനുഷ്യപുത്രന് പിതാവിന്റെ മഹത്വത്തിൽ വരാൻ കഴിയുന്നത്? ഇതിനെ ഒന്ന് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം എന്നാണ് എനിക്ക് കർത്താവിദാസനെ ഓർപ്പിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ലൊരു ഡിസ്കഷനാണ് നമ്മൾ ഏറ്റെടുത്തത്. മനുഷ്യപുത്രൻ എന്നതും ഈ ദൈവപുത്രൻ എന്നതും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ. അപ്പോൾ നമ്മൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. കർത്താവ് പറയുന്ന ഉപമ ഇപ്രകാരമാകുന്നു: ഒരു മനുഷ്യൻ തന്റെ തോട്ടത്തിൽ ചില വേലക്കാരെ ആക്കിയിട്ട് ആ തോട്ടം അവരെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയി. എന്നിട്ട് പിന്നെ ആ തോട്ടം അവർ ഏറ്റെടുക്കുകയും അതിന്റെ മേൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ ഈ ഉപമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഉപമയ്ക്കകത്ത് നമ്മൾ കാണുന്നത് ഈ പുത്രനെ ഈ തോട്ടം തിരിച്ച് എടുക്കുവാൻ വേണ്ടി വിടുകയും ഈ പുത്രൻ അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ പിന്നെ തിരിച്ചു വരുന്നത് ആ പിതാവ് തിരിച്ചു വരികയും ആ തോട്ടത്തെ ഏറ്റെടുത്തവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഉപമ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഒരു മനുഷ്യനായിരിക്കെ ഒരു പുത്രനാണെങ്കിൽ അവിടെ മരിച്ചും പോയി, പിന്നെ വന്നത് പിതാവുമാണ്. അപ്പൊ വളരെ വ്യക്തമാണ് വന്നത് ഇനിയും ആ തോട്ടത്തെ വീണ്ടെടുക്കാൻ വരുന്നത് പിതാവ് മാത്രമാണെന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് ആ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നത് പുത്രൻ എന്തായാലും ഇനിയിപ്പോ മരിച്ചുപോയി, പുത്രൻ ഇല്ല എന്നുള്ള കാര്യം തന്നെ നമ്മൾ കാണണം. അപ്പോൾ ആ പാരബിളിനെ ഞാനിപ്പം ആ ഒരു സൈഡിലോട്ട് ഇപ്പൊ വെക്കുവാണ്. അത് നമ്മൾ പിന്നെ ആ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പം ആദിയിൽ തന്നെ നമ്മുടെ പാസ്റ്റർ ജോയ് പറഞ്ഞതുപോലെ ഒരു വീടുണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ ഒരു മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സ്വപ്നമാണ് എല്ലാവരുടെയും ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഉടമ ആദ്യം ആ വീടിനെ പറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ഒരു പദ്ധതി ഉണ്ടാക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ ആ തക്ക സമയമാകുമ്പോൾ ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ അതിനെ ആലോചനയൊക്കെ പ്രാവർത്തികമാക്കാൻ പല കാര്യങ്ങൾ കൂടെ വരേണ്ടതുണ്ട്. ആ കൂടെ വരുമ്പോൾ ആ ഭവനം പണിഞ്ഞു തുടങ്ങുമ്പോൾ ആ ഉടമ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് ഈ പ്രവണത കാണുന്നത്. ആ ഉടമ ആ വർക്കേഴ്സിന്റെ കൂടെ ജോലി ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ മാത്രമേ വർക്കേഴ്സ് നല്ലപോലെ ജോലി ചെയ്യുകയും അവർക്ക് വേണ്ട രീതിയിൽ ആ വർക്കേഴ്സ് ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അയാളുടെ പദവി ആ ഉടമയായിട്ടുള്ള പദവിയാണ്. വൈകിട്ട് ഇവർക്കെല്ലാം കൂലി കൊടുക്കുന്നതും ആ ഉടമ തന്നെയാണ്. പക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്യുമ്പം അയാൾ ഒരു വർക്കറിനെ പോലെയാണ് ജോലി ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ദൈവം മനുഷ്യനെ എന്തുകൊണ്ട് മനുഷ്യന്റെ രൂപത്തിലോ സ്വരൂപത്തിലോ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. ഒരു കുടം തന്നെ സൃഷ്ടിക്കുന്നവരോട് ചോദിക്കുക എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കേണ്ടി വരും. അപ്പം പക്ഷേ ദൈവം തന്നെ ഒരു പ്ലാൻ ചെയ്ത് ഈ മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിക്കുകയും ഈ ഒരു രൂപത്തിൽ സൃഷ്ടിക്കുകയും ആ ഒരു രൂപം ദൈവം മുൻകണ്ട് ആ സൃഷ്ടിയിലേക്ക്
രംഗപ്രവേശനം ചെയ്യുന്നയും കാര്യം മുൻകൂട്ടി പ്രവാചകന്മാരിൽ കൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 64 അധ്യായത്തിനകത്ത് പറയുന്നു, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾ വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഈ പ്രപഞ്ചത്തിന് സഹിക്കാൻ പറ്റാത്ത തീയുള്ള ആ ഒരു വലിയ പ്രകാശമുള്ള ഒരു മനുഷ്യന് പോലും താങ്ങാൻ പറ്റാത്ത ദൈവം ഈ ലോകത്തിൽ ആ മനുഷ്യനായി തന്നെ കടന്നു വരണം. എന്നാലേ അവൻ ആ സൃഷ്ടിയിൽ പ്രവേശിക്കുവാനും ആ സൃഷ്ടിയുടെ ഭാഗമായി തീരുവാനും ആ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം തന്നെ ഒരു ജഡമെടുക്കുക. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തിന്റെ ആത്മാവായിരിക്കുന്നത് കൊണ്ട് തന്നെ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ജഡമായി തീർന്നു. ആ വചനം ജഡമായി തീർന്നപ്പോൾ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ആ സ്വരൂപത്തിൽ തന്നെ ഒരു മനുഷ്യനെ പോലെ ജഡം എടുത്തു. എന്നാലും ആ ജഡത്തിനൊരു വിശേഷതയുണ്ട്, അത് ആത്മാവായ വചനമായ ദൈവം ജഡം ധരിച്ചതാണ്. സ്വരൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും അത് പാപമില്ലാതെ ജനിച്ച ഒരു മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു. ജഡത്തിലായതുകൊണ്ട് അവൻ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു. സ്ത്രീയുടെ സന്തതി ആയതുകൊണ്ട് അവൻ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് നമ്മൾ പഴയ നിയമ പ്രവാചകന്മാർ പറയുമ്പോൾ അവർ പറയുന്ന മനുഷ്യപുത്രത്തിന്റെ സാദൃശ്യത്തിലുള്ള ഒരുവൻ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ആ സാദൃശ്യവും മനുഷ്യപുത്രൻ എന്ന ആ ജഡപദവിയും തമ്മിൽ വേർതിരിച്ചു കാണുവാൻ നമുക്ക് സാധിക്കണം. ഇതിനകത്ത് 2 തരത്തിലെ ആൾക്കാരാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുള്ളത്. ഒന്ന് ഞാൻ പറയും തർത്തുല്യന്റെ മക്കൾ, ഒന്ന് ഞാൻ പറയും ആര്യൂസിന്റെ മക്കൾ. തർത്തുല്യന്റെ മക്കൾ ഈ മനുഷ്യപുത്രൻ അല്ല ദൈവപുത്രൻ എന്ന പദവി എടുത്തിട്ട് അത് ദൈവത്തിനെ ഒരു മനുഷ്യന്റെ പുത്രൻ പോലെ ദൈവം എന്ന ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റി. അതുപോലെ തന്നെ ആര്യൂസിന്റെ മക്കൾ ഈ മനുഷ്യപുത്രൻ എന്ന പദവി എടുത്തിട്ട് ദൈവത്തിനെ വെറും ഒരു പുത്രൻ മാത്രമാക്കി മാറ്റും, അവനെ ദൈവമല്ലാതെ ആക്കി മാറ്റും. ഇത് രണ്ടും നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഏറ്റുപറയുന്നത് ആത്മാവായ ദൈവം ജഡം ധരിച്ച്, അതായത് വചനം ജഡം ധരിച്ച് ഈ ലോകത്തിൽ കടന്നു വന്നതുകൊണ്ട് അവൻ ദൈവവുമാണ്, അവന്റെ ആത്മീയം ദൈവമാണ്, അവന്റെ മനുഷ്യത്വം ജഡം, അതായത് അവൻ വേഷത്തിൽ മാത്രം മനുഷ്യനാണെന്ന് പറയുന്നു. അതുകൊണ്ട് അവൻ പാപത്തിന്റെ പരിഹാരമായി തീരുവാൻ മാത്രം അവൻ ആദ്യമേ കണ്ടതും അവൻ ആദ്യമേ ആലോചിച്ചതുപോലെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ മനുഷ്യന്റെ സ്വരൂപത്തിൽ വന്നതുകൊണ്ടും അവൻ ജഡമായി തീർന്നത് കൊണ്ടും തന്നെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ MBB വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു, ആ ആത്മാവാൽ ജനിക്കുന്നവർക്ക് കിട്ടുന്ന പദവിയാണ് ദൈവപുത്രൻ. അതുകൊണ്ട് ഇസ്രായേലിന്റെ സകല രാജാക്കന്മാരും അവർ ദൈവപുത്രന്മാരെന്ന് തന്നെ വിളിക്കപ്പെട്ടു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തൈലം തലയിൽ അവർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ അഭിഷേകം ലഭിക്കുമ്പോൾ മുതൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അവർ ദൈവത്താൽ ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവർ എന്ന് വിശേഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ദൈവപുത്രൻ എന്ന പദവി ലഭിക്കുന്നത്. ഏക ദൈവപുത്രൻ എന്ന പദവി ലഭിക്കുന്നത് ഇങ്ങനെ മോനോജീൻസ് ആയിരിക്കുന്ന ദൈവത്തിന്റെ തന്നെ പ്രതിരൂപമായിരിക്കുന്ന ഒരു മനുഷ്യനെ മാത്രം മോനോജീൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മനുഷ്യപുത്രനെയും ദൈവപുത്രനെയും എല്ലാം കൺഫ്യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അവൻ ജഡത്തിൽ നിൽക്കുമ്പോൾ വചനം ജഡമായി തീരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യെരമ്യാവിന്റെ പുസ്തകമല്ല, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ട്. യെരമ്യാവുടെ പുസ്തകം 32:27 പറയുന്നുണ്ട്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ രക്ഷാനായകനായി വന്നപ്പോൾ അവൻ ജഡത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവൻ രക്ഷിക്കുന്നവൻ ആയിട്ട് കടന്നു വന്നു.
രക്ഷപ്പെടാനുള്ളവർക്കും രക്ഷിക്കുന്നവനും ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ. അവൻ ജഡത്തിൽ നിൽക്കുമ്പോൾ അവന് ദൈവവുമുണ്ട്, അവന് പിതാവുമുണ്ട്. പക്ഷേ അവൻ ആ ഒരു രക്ഷയുടെ വേലയെ ചെയ്ത് കഴിഞ്ഞ് അവൻ മഹത്വീകരിക്കപ്പെടുമ്പോൾ അവൻ പിതാവിന്റെ പൊസിഷനിലായി തീരുന്നു. ആ പിതാവിന്റെ പൊസിഷനിലേക്ക് അവൻ തിരിച്ചു വരുമ്പോഴാണ് അവൻ തോട്ടത്തെ പിന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി വരുന്നത്. പിതാവായിട്ട് തന്നെയാണ് അവൻ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ പിതാവിന്റെ മഹത്വത്തിൽ വരുന്നു എന്ന് പറയുന്നു. അവൻ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് അവൻ മനുഷ്യപുത്രനായിരുന്നു. പക്ഷെ അവൻ രക്ഷയുടെ വേലയെ തികച്ചും മഹത്വീകരിക്കപ്പെട്ടപ്പോൾ അവൻ മഹത്വത്തിൽ, അല്ലെങ്കിൽ പിതാവിന്റെ മഹത്വത്തിലാണ് തിരിച്ചു വരുന്നത് തോട്ടത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ആ സമയത്ത് അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ മനുഷ്യപുത്രനുമാണ്, ആ സമയത്ത് പിതാവുമാണ്. അവൻ അറക്കപ്പെട്ട കുഞ്ഞാടുമാണ്, അവൻ യൂദയിലെ സിംഹവുമാണ്. അവൻ രാജാതി രാജാവുമാണ്. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ ആയ ആ മനുഷ്യപുത്രനുമാണ്. അതുകൊണ്ട് ഇതെല്ലാം ദൈവം ഏറ്റെടുത്ത പദവികൾ മാത്രമാണ്. നമ്മൾ മനുഷ്യരായിട്ട് ചിന്തിക്കുമ്പോൾ അവനെ മനുഷ്യപുത്രൻ എന്ന് കണ്ട് വെറും ദൈവത്തിന്റെ ഒരു രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലേക്കോ അല്ലെങ്കിൽ ദൈവമല്ലാത്ത കാറ്റഗറിയിലേക്കോ ഈ തർത്തുല്യന്റെ പുത്രന്മാരും പിന്നെ ഈ ആര്യോസിന്റെ പുത്രന്മാരും ആക്കി തീർക്കുന്നത് പോലെ അങ്ങനെ ആക്കി തീർക്കാനേ സാധിക്കത്തുള്ളൂ. ആത്മാവുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കത്തുമുള്ളൂ. ആൻസർ ക്ലിയർ ആണെന്ന് തോന്നുന്നു. താങ്ക് യു. യെസ്, ആൻസർ വളരെ അടുത്ത എൻ്റെ ചോദ്യം അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്. അത് സൈമൺ ബ്രദർ ആൻസർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ മൃഗങ്ങളില്ല എന്ന് നമ്മൾ അറിയാം. പിന്നെ വെളിപ്പാട് 5 കുഞ്ഞാട് നിൽക്കുന്നതായി കാണുന്നു. എങ്ങനെ നിൽക്കാൻ കഴിയും? ഒരു മൃഗത്തിന് അവിടെ നിൽക്കാൻ കഴിയും? വളരെ പേർക്ക് സംശയമുള്ള ഒരു അധ്യായമാണ് വെളിപ്പാട് ദിവസം 5 സിംഹാസനത്തിൽ ഒരുവനും അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം വായിക്കുമ്പോഴൊന്നും കുഞ്ഞാട് അവിടെ ഇല്ല. യോഹന്നാൻ കരയാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കുഞ്ഞാട് പ്രത്യക്ഷമാകുന്നു. യോഹന്നാനെ കരയേണ്ട, യഹൂദാ പുത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശ്വാസിപ്പിക്കുകയാണ് ജയം പ്രാപിച്ച മെസ്സിഹയെ കുറിച്ച്. അപ്പോൾ ഇത് ഈ 2 അല്ലെ 3 വ്യക്തികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് PhD ചെയ്യുന്ന ആളുകളെല്ലാം തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഒരു ഉത്തരം, വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ ഞാൻ സൈമൺ ബ്രദറിനെ ഈ ചോദ്യം ഏൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കുസൃതി ചോദ്യം ആയതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു കുസൃതി മറുപടി തരാം. ഓക്കെ, അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിച്ചിരിക്കുന്ന കുഞ്ഞാടാണ്. അപ്പം നമ്മുടെ സ്വർഗത്തിൽ അവിടെ ആടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ആടോ സിംഹമോ ഒക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ യേശുവിനെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിനെ വിളിക്കുന്നത് കുഞ്ഞാടും എന്ന് വിളിക്കുന്നുണ്ട്. അതുമല്ല ജൂദാടെ സിംഹം എന്ന് പറയുന്നുണ്ട്. അപ്പം യേശുവിനെ ഒരാള് തന്നെ സിംഹവുമാണ്, ഒരാള് തന്നെ കുഞ്ഞാടുമാണ്. അപ്പൊ ഈ കുഞ്ഞാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനു യൂസ് ചെയ്യുന്നത്? അപ്പം കുഞ്ഞാടെന്ന് യൂസ് ചെയ്യുന്നുണ്ട്, സിംഹം എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. സിംഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജാവാണ്, അവൻ രാജാതി രാജാവാണ് എന്നുള്ള ഒരു ഇതിനെയാണ്. സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ രാജാവ് പോലെ സ്വർഗത്തിലെ രാജാവ് ആരാ? അത് സ്വർഗത്തിലെ സർവ്വപ്രപഞ്ചത്തിലെ രാജാവ് ദൈവമാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അവൻ സിംഹമായിട്ട് ആ രീതിയിലാണ് സിംഹമായിട്ട് കാണിക്കുന്നത്. പക്ഷെ കുഞ്ഞാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നിട്ട് കുഞ്ഞാടിന്റെ കൂട്ട് യാഗമായി തീർന്ന ആ മനുഷ്യപുത്രനായി, ആ മനുഷ്യപുത്രന്റെ ജഡത്തിൽ ആത്മാവായി വസിച്ചുകൊണ്ട് ദൈവം ചെയ്ത ആ വേലയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ കുഞ്ഞാട് തന്നെയാണ് ദൈവം എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ദൈവം കുഞ്ഞാടിന്റെ സിംഹാസനം എന്ന് പറയുന്നത്. അത് രണ്ടും ഇപ്പം തന്നെ ഒരാളെ പറ്റി പറയുമ്പോഴത്തേക്ക്, ഇപ്പം ജോസ് ബ്രദറിനെ പറ്റി തന്നെ സംസാരിക്കുമ്പോഴത്തേക്ക് പറയാം, ജോസ് ബ്രദർ ഈ ഒരു ഈ ഒരു മോളുടെ പേരെടുത്തിട്ട് പറയാ ഇതിന്റെ പിതാവുമാണ്, ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനം ഉള്ള ആളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 2 വ്യക്തിയല്ല. ആക്ച്വലി ഒരു വ്യക്തിയുടെ 2 പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത്. അത് കുഞ്ഞാടിന്റെ പ്രവർത്തനവും കാണിക്കുന്നുണ്ട്, അത് യാഗമായി തീർന്ന ഈ ഭൂമിയിൽ ജഡത്തിൽ യാഗമായി തീർന്ന കാര്യവും കാണിക്കുന്നു. സിംഹമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണെന്ന് കാണിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അവിടെ ഒരു ആടും ഇരിപ്പോ ഇല്ല,
ഒരു സിംഹവും ഇരിപ്പോ ഇല്ല. അത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ്, ദൈവത്തിന്റെ ചെയ്ത ഓരോരോ വേലകളാണ്. പുത്രനായിട്ട് ചെയ്ത വേലയും പിതാവായിട്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്ന് ചെയ്ത വേലയെ പറ്റിയാണ് കാണിക്കുന്നത്. അല്ലാതെ അവിടെ രണ്ട് വ്യക്തിയില്ല, അവിടെ ഒരു കുഞ്ഞാടും ഇരിപ്പോ ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ല എങ്കിൽ എനിക്കും പറയാനുള്ള ഭാഗം ഞാൻ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് ഇത് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യാം. സംസാരിച്ചോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് കർത്താവിന്റെ 4 ദാസന്മാരും ഈ വിഷയത്തിൽ വളരെ സ്പഷ്ടമായി തിരുവെഴുത്തുകളുടെ പിൻബലത്തോടുകൂടി സംസാരിച്ചത്. ഈ ചോദ്യം ഇന്ന് ചോദ്യമാണ്. നമ്മളിപ്പോ പല പാസ്റ്റർമാരോട് ചോദിച്ചാൽ പോലും ഇതിനൊരു വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ കഴിയുകയില്ല. അതിന്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് വരുവാനുള്ള മസിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് സ്ത്രീയുടെ സന്തതി മുതൽ ആരംഭിക്കുന്ന ആ പ്രവചനങ്ങൾ. അങ്ങനെ അത് മിഖായിലേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന്റെ രാജാവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. യെശയ്യാവിലേക്ക് വരുമ്പോൾ അത് മനുഷ്യപുത്രന്റെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു ശിശുവിനെ കുറിച്ച് പറയുന്നു. യെശയ്യാ 7 വരുമ്പോൾ 7:14 ആ ജനിക്കാൻ പോകുന്ന കന്യയിൽ നിന്ന് ജനിക്കുന്നവൻ ഒരു സമയം തന്നെ കന്യകാപുത്രനും അതേസമയം തന്നെ ദൈവമാണെന്ന് പറയുന്നു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് 53 42 അത് മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കുന്ന സഹനദാസൻ എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ 4 കാര്യങ്ങൾ രാജാവായിട്ടും മനുഷ്യനായിട്ടും സഹനദാസനായിട്ടും പിന്നെ ദൈവമായിട്ടും ഒക്കെ പ്രസന്റ് ചെയ്യപ്പെടുന്ന ഈ 4 യേശുക്രിസ്തുവിന്റെ 4 വിധ ശുശ്രൂഷകളെ 4 സുവിശേഷകന്മാരും വിശുദ്ധ മത്തായി യേശുക്രിസ്തുവിനെ പോർട്രേറ്റ് ചെയ്യുന്നത് രാജാവായിട്ടാണ്. അതേസമയം മർക്കോസ് യേശുക്രിസ്തുവിനെ ദാസനായിട്ട് പ്രസന്റ് ചെയ്യുന്നു. യോഹന്നാൻ ആണെങ്കിൽ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ലൂക്കോസ് യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ഈ 4 പേരുടെയും പ്രസന്റേഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 4 പേരും പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രത്യക്ഷനാകുന്ന മനുഷ്യരക്ഷയുടെ ദൈവപ്രവൃത്തിയെ അവർ 4 ആംഗിളുകളിൽ നിന്നുകൊണ്ട് വ്യക്തമായി അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല സുവിശേഷങ്ങളിലെ 4 അധ്യായങ്ങൾ ന്യായപ്രമാണം മുതൽ മലാഖി വരെയുള്ള പ്രവചനങ്ങളിൽ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത രക്ഷിതാവിനെ ഇസ്രായേലിന് പരിചയപ്പെടുത്തുക യോഹന്നാൻ മുഖാന്തരമായി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ബേസിക്കലി എന്നെ കേൾക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ബൈബിൾ പഠിക്കേണ്ട ചില രീതികളുണ്ട്. നമുക്കറിയാം അതിന്റെ ബേസിക് പുസ്തകങ്ങൾ, ന്യായപ്രമാണം മുതലുള്ള പുസ്തകങ്ങൾ എക്സ്ക്ലൂസീവ്ലി ജൂവിഷ് ബുക്കുകളാണ്, യഹൂദന്റെ ഗ്രന്ഥമാണ്. എന്നാൽ സുവിശേഷങ്ങൾ 4 യഹൂദനോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട മിശിഹായുടെ ഇഹലോകവാസവും മരണവും പുനരുദ്ധാനവും രേഖപ്പെടുത്തുന്ന എക്സാക്ട്ലി പഴയ നിയമത്തിൽ എന്തൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ടോ അത് മുഴുവനും പ്രവൃത്തിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 4 പുസ്തകങ്ങളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ യഹൂദന ഗ്രന്ഥങ്ങൾ ഒരിക്കലും ഈ 4 പുസ്തകങ്ങളെ ഇന്നും വരെ കാനോനികമായിട്ടോ അവരുടെ ഔദ്യോഗിക ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടോ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ അതിന് ഹെബ്രായ വാക്ക് ബെൻ ഏദം എന്നാണ്, ആദാമിന്റെ പുത്രൻ എന്നാണ് മനുഷ്യപുത്രൻ. അപ്പം സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷയിൽ ബെൻ ആദാം എന്ന, മനുഷ്യന്റെ പുത്രൻ എന്ന. അപ്പം മനുഷ്യന്റെ പുത്രൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തു തന്നെ അവതരിപ്പിക്കുന്നത്, നമുക്കറിയാം എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് ബൈബിൾ പറയുന്ന മനുഷ്യപുത്ര എന്ന. നമ്മൾ എസെക്കിയേലിന്റെ 2-ാമത്തെ അധ്യായത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം, ഒരുപാട് അധ്യായങ്ങൾ മനുഷ്യപുത്ര നീ അസ്ഥികളോട് പ്രവേശിച്ച് പറയേണ്ടത് എന്നിങ്ങനെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ട്. അപ്പം ഇസ്രായേലിന്റെ വാഗ്ദത്ത മെസ്സിഹ സ്ത്രീയുടെ സന്തതിയാണ്, മനുഷ്യനാണ് എന്നുള്ളത് അവരുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നിർഭാഗ്യവശാൽ അവർക്ക് മനുഷ്യപുത്രനാണ് സ്ത്രീയുടെ സന്തതി എന്നും മനുഷ്യപുത്രനാണ് മെസ്സിഹ എന്ന് അറിയാമെങ്കിലും അവർക്ക് പറ്റിയൊരു കുഴപ്പം, വന്നു പോയവൻ ഈ മെസ്സിഹ അല്ലെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ.
അവർക്ക് ഇനിയും അവരുടെ മെസ്സിയയിൽ അവർക്ക് പ്രത്യാശയുണ്ട്. അവരുടെ മെസ്സിയ വരുമ്പോൾ അത് യെശയ്യാ 9:6 പറയുന്ന പോലെ സ്ത്രീയിൽ നിന്നും ജനിച്ചു വരുന്ന നൽകപ്പെട്ട ശിശുവായിരിക്കുമെന്നും അവനൊരു മെസ്സിയ എന്നുള്ള തലത്തിൽ അവനൊരു മനുഷ്യനായിരിക്കുമെന്നും അതേപോലെ തന്നെ അവൻ രാജാവായിരിക്കുമെന്നും അതേപോലെ തന്നെ അവൻ ദൈവമായിരിക്കുമെന്നും അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന സഹനദാസനായിരിക്കുമെന്നും യെശയ്യാ 53 പോലെ അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെടുന്നവനാണെന്നും ഉള്ള കാര്യങ്ങളെ മുഴുവൻ അവർ വിശ്വസിക്കുന്നുണ്ട്. കുഴപ്പം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് വരെയും അവരുടെ മുമ്പാകെ ജീവിച്ച് തിരുവെഴുത്തുകൾ പ്രകാരം ജനിച്ച് തിരുവെഴുത്തുകൾ പ്രകാരം ജീവിച്ച് തിരുവെഴുത്തുകൾ പ്രകാരം അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റവനെ ഇന്നും അവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. കാരണം ബൈബിൾ പറയുന്നത് പോലെ അത് അവർക്ക് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അപ്പോൾ ആ മനുഷ്യപുത്രൻ എന്നുള്ള തരത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനങ്ങളുമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് മനുഷ്യപുത്രൻ എന്നുള്ളൊരു കാര്യത്തിന് പ്രസക്തിയുള്ളൂ. നമുക്കറിയാം പൗലോസ് ഒരു ഗ്രന്ഥം നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് കിടക്കുന്ന പൗലോസിന്റെ ഗ്രന്ഥങ്ങളിൽ ഹെബ്രായ ലേഖനം മാത്രമാണ്. ഈ ഹെബ്രായ ലേഖനത്തിൽ മാത്രമേ ഒരു പരാമർശമുള്ളൂ യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനെന്ന്. എന്നാൽ റെസ്റ്റ് നമ്മൾ വായിക്കുന്ന പൗലോസിൻ്റെതെന്ന് ആധികാരികമായി പറയുന്ന 13 ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് പോലും പൗലോസ് യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാനാണ് യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് കൂടുതൽ ആധികാരികമായി പഠിപ്പിച്ചുള്ളൂ. കാരണം യേശു ക്രിസ്തുവിനെ തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മനുഷ്യജടത്തിലുള്ള ദൈവപുത്രത്വത്തെയാണ് യോഹന്നാൻ എപ്പോഴും എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ചിരുന്നത്. മത്തായി ആണെങ്കിൽ മത്തായിലും മർക്കോസിലും ലൂക്കോസിലും നമ്മൾ മനുഷ്യപുത്രനെയും ദൈവപുത്രനെയും നമ്മൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി യേശു ക്രിസ്തു ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു മനുഷ്യപുത്രനായിരിക്കെ തന്നെ യേശു ക്രിസ്തു ദൈവപുത്രനായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവം ജഡത്തിൽ വസിക്കുന്ന ദൈവമായി അവൻ ഈ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടു. അങ്ങനെ ആ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളെ പലപ്പോഴും നമ്മൾ 4 പേരും എനിക്ക് മുമ്പ് സംസാരിച്ച 4 പേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവാത്മാവിൽ അല്ലാതെ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ കഴിയില്ലെന്നവർ. അപ്പം യേശു കർത്താവാണ് എന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. തിരുവെഴുത്തുകൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പഠിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായ ഒരു ഡോഗ്മ, ഒരു ഉപദേശം ഉണ്ടാക്കണമെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്താൽ മതി. നമുക്കത് ബൈബിളിൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇതിന്റെ ഒരു ആകത്തുക, ഈ മുഴുവൻ ബുക്കുകളുടെയും ഒരു ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആ ടോട്ടൽ എടുക്കാൻ ഒരുപക്ഷെ ഇന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു JCNDSD, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കാണ് ഈ ആകത്തുക കിട്ടിയിട്ടുള്ളത്. ഒന്ന് വണ്ണസ് ചർച്ചകൾക്ക് പോലും ഈ ആകത്തുക കിട്ടിയിട്ടില്ല. അപ്പം ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ നമുക്ക് കഴിയുന്നത് ഒരിക്കലും JCNDSD-യിലുള്ളവരോ അല്ലെങ്കിൽ ബേബി പാസ്റ്റർക്കോ ജോയ് പാസ്റ്റർക്കോ അല്ലെങ്കിൽ ബലഹീനനായ എനിക്കോ സൈമൺ ബ്രദറിനോ വിൽസൺ ബ്രദറിനെ ഒന്നും എടുക്കൊണ്ടല്ല. ദൈവം നമ്മളെ ഈ അന്ത്യകാലത്ത് ഈ സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മെ അഭിഷേകം ചെയ്തു, അല്ലെ തെരഞ്ഞെടുത്തു. അതിനകത്ത് നമുക്ക് ഒരു ശക്തിയും ഒരു ബഹുമാനവും പറയാനില്ല. കാരണം ഇത് നമ്മളാരും ഏതെങ്കിലും ഒരു തിയോളജിക്കൽ സെമിനാരി പോയി പഠിച്ചതല്ല. നമ്മളെല്ലാം വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ജനിച്ച്, വിവിധ മാതാപിതാക്കളിൽ ജനിച്ച്, വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അന്യോന്യം കണ്ടിട്ടില്ലാത്തവരെങ്കിലും ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരുപോലെ ജനിച്ച് ഒരേ സത്യത്തിന്റെ ഭാഗമായി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹിമയിൽ വരുമ്പോൾ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയാനുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം പറയുന്ന ഒരു ജൂവിഷ് ഓഡിയൻസിനോടാണ്. ജൂവിഷ് ഓഡിയൻസിന് അറിയാം അവരുടെ മെസ്സിഹ മനുഷ്യപുത്രനാണെന്നറിയാം. അതേസമയം അവരുടെ മെസ്സിഹയാണ് അവരുടെ വാഗ്ദത്ത വീണ്ടെടുപ്പുകാരനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ വീണ്ടെടുപ്പുകാരനെ അവർ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ ഇനി അവർ വരുന്ന ഒരു സമയം, പിതാവിന്റെ മഹത്വത്തിൽ യേശുക്രിസ്തു വരുന്നത് എപ്പോഴാണ്? ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വേണ്ടി വരുമ്പോഴാണ്. അപ്പോ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺ ഓഫ് മാൻ കോൺസെപ്റ്റ് എക്സ്ക്ലൂസീവ് ഫോർ ജൂവിഷ് പീപ്പിളിനാണ്. നമ്മൾ ബൈബിളിൽ അത് പഠിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ഭാഗമായി ബൈബിൾ പഠിക്കുന്നുണ്ടെങ്കിലും, ഒരു ജൂവിഷ് കോണ്ടെക്സ്റ്റിൽ ഇസ്രായേൽ ടെറിട്ടറിയിൽ മാത്രം
സംസാരിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ മാത്രം പഠിപ്പിക്കപ്പെട്ട, അവിടെ മാത്രം റിവീൽ ചെയ്യപ്പെട്ട ഒരു കാര്യം ഗ്ലോബലി നമ്മുടെ കയ്യിൽ ബൈബിൾ കിട്ടിയപ്പോൾ നമുക്ക് സൺ ഓഫ് മാൻ ആയി. പക്ഷെ സൺ ഓഫ് മാൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ജൂയിഷ് പീപ്പിൾ, നോട്ട് ഫോർ ദി ജെന്റൈൽസ്. അപ്പം അതുകൊണ്ടാണ് അവരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ സന്തതി എന്നുള്ള നിലയിലും ദാവീദിന്റെ സന്തതി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ പിന്നീട് അവിടെ വരുവാൻ പോകുന്ന ഓരോ പുത്രത്വത്തിന്റെ പേരിലും രാജാവ്, ഇസ്രായേലിന്റെ രാജാവായി വരുന്ന മനുഷ്യ ഇടത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ വരാനുള്ള രാജാവ് എന്നുള്ള നിലയിലും ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യപുത്രൻ. അപ്പം ഇവരാരും മനുഷ്യപുത്രനെ അവർ കാണുകയോ അറിയുകയോ ചെയ്യേണ്ട സമയത്ത് അവർക്ക് വേണ്ടി വന്നപ്പോൾ അറിയാൻ കഴിയാതെ ഇരുന്നത് കൊണ്ടാണ് ദൈവം അവരോട് തന്നെ പറഞ്ഞത്, ഈ മനുഷ്യപുത്രൻ ഇനി വരും, പിതാവിന്റെ മഹത്വത്തിൽ വരും. ഹി വിൽ കം വൺസ് അഗൈൻ ഇൻ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ. അപ്പൊ പിതാവിന്റെ മഹത്വത്തിൽ എന്ന് വെച്ചാൽ അവരുടെ രക്ഷയുടെ കാലഘട്ടങ്ങൾ അവർ തിരസ്കരിച്ചു കഴിയുമ്പോൾ, അവർ ആ 7 വർഷത്തെ ഉപദ്രവത്തിന്റെ നടുവിൽ ഇനിയും മെസ്സിഹ വന്നില്ലല്ലോ, മെസ്സിഹായ്ക്ക് വേണ്ടി അവരുടെ തള്ളിക്കളഞ്ഞ അവരുടെ മെസ്സിഹ വരുന്നത് പിതാവിന്റെ മഹത്വത്തിലായിരിക്കും. അപ്പോൾ അവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്നുള്ള തരത്തിൽ അവരവനെ സ്വീകരിക്കുകയും അവരവനെ വിശ്വസിക്കുകയും അവരവനെ ആരാധിക്കുകയും ചെയ്യുമെന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ബൈബിളിന്റെ ഈ ഘടനാപരമായ അല്ലെങ്കിൽ അതിന്റെ എസ്കറ്റോളജിക്കൽ, ബൈബിളിന്റെ കാലസംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിന്റെ ഈ പുത്രത്വങ്ങളെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. മറിച്ച് ഏതെങ്കിലും ഒരു തിയോളജിയെ ബേസ് ചെയ്ത് പഠിച്ചു വന്നവർ മറ്റൊന്ന് പുതിയൊരെണ്ണം അഡാപ്റ്റ് ചെയ്യാൻ അതിനെ നെഗ്ലക്ട് ചെയ്ത്, അതിനെ റിജക്ട് ചെയ്ത് തള്ളിക്കളയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുള്ള, ദൈവം നടത്താൻ ഇച്ഛിക്കുന്ന, ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ താല്പര്യത്തോടെ ദൈവത്തെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബൈബിൾ വ്യക്തമായി മനസ്സിലാക്കി തരാൻ ബൈബിളിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ്, അതേ ആത്മാവുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അറിയിച്ചത്. ഇതുമായിട്ട് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാം എന്നുള്ള കാര്യം അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ വിൽസൺ ബ്രദർ. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് പലരും ഈ ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നത്, പ്രത്യേകിച്ച് തൃത്വക്കാര് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത് കർത്താവിനോട് പറഞ്ഞു എന്നുള്ള ആ ഒരു പദം എടുത്തിട്ടാണ്. അപ്പം അതിനകത്ത് നമുക്കറിയാം, ഈ രണ്ടാമത്തെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്നെ വലിയവനാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് ഒരു മനുഷ്യനോടാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ മനസ്സിലാകും. പക്ഷേ തൃത്വക്കാർ അതിനെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം കിട ഒരു ദൈവം അല്ലെങ്കിൽ രണ്ടാമൻ എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ യഹോവ സാക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ അവന് കർത്താവ് അല്ലാതെ ആക്കുകയും ചെയ്യും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ ജോസ് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ആർക്കും യേശു കർത്താവാണെന്ന് ആത്മാവിലല്ലാതെ പറയുവാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ മലയാളം വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകം ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നത്, ഈ മലയാളം ബൈബിളിലെ മിക്കവാറും യഹോവയെന്ന് എഴുതിയിരുന്ന സ്ഥലത്തെല്ലാം അവർ യഹോവയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ സാംസ് 110 വന്നപ്പോൾ മാത്രം അവിടെ യഹോവയെന്ന് എഴുതിയിരുന്ന സ്ഥലത്ത് അവര് കർത്താവെന്നാക്കി. അപ്പൊ നമ്മളിപ്പോ ഇന്റർലീനിയർ ട്രാൻസ്ലേഷനകത്ത് പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് യഹോവ സെറ്റ് ടു മൈ ലാ ഡോണി എന്ന് പറയുന്നത്. അപ്പൊ അഡോണി എന്ന വാക്യത്തിനാണ് അവിടെ കർത്താവെന്ന് ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിനകത്ത് ഇവര് ലോർഡ് സെറ്റ് ടു മൈ ലോർഡ് എന്നാക്കി, മലയാളത്തിനകത്ത് അവർ കർത്താവിന്. അപ്പൊ രണ്ട് കർത്താവ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞത് മാതിരി തന്നെ നമ്മളിപ്പോ ജൂയിഷ് കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ അവര് യഹോവ എന്നുള്ള പദത്തിന് അവര് ബഹുമാനപൂർവ്വം ഉപയോഗിക്കുന്ന വാക്യമാണ് അഡോണായി എന്ന വാക്യം. അവരൊരിക്കലും അഡോണി എന്ന വാക്യം അവിടെ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അഡോണി എന്ന വാക്യം അവർ ഉപയോഗിക്കുന്ന എപ്പോഴും ഒരു മനുഷ്യന് വേണ്ടി മാത്രമായിരിക്കും. ഒരു മനുഷ്യ പദവിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, അപ്പൊ അതൊരു രാജാവാകാം, അവർ ഒരു വലിയ റബ്ബിയാകാം, അവർ അഡോണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണ്?
ദൈവം അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നപ്പോൾ ഒരു മനുഷ്യന്റെ പദവി എടുത്തപ്പോൾ അവൻ ഭൂമിയിലെ അഡോണിയായും മാറി. അവൻ അഡോണായി ആയിരിക്കെ അവൻ അഡോണി എന്ന പദവും ഗ്രഹിച്ചു. അവൻ ദൈവമായിരിക്കെ അവൻ മനുഷ്യൻ എന്ന പദവിയും എടുത്തു. അവൻ രക്ഷാ നായകനായിരുന്നത് കൊണ്ട് അവൻ ഉയർത്തപ്പെട്ടു. അവൻ പഴയ സ്ഥിതിയിൽ പിതാവായിത്തീർന്നു, അഡോണായി ആയിത്തീർന്നു. ആ അഡോണായിയുടെ പദത്തിൽ തന്നെയാണ് അവൻ ഇന്നും ഇരിക്കുന്നത്. അവൻ എന്നേക്കും പിതാവെന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ട് അവന്റെ പേര് നിത്യപിതാവെന്ന് വിളിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായിട്ടുള്ള വചനമുണ്ട്. പക്ഷെ അവൻ നമുക്ക് വേണ്ടി ഒരു അഡോണിയുമായി തീർന്നു. പക്ഷേ മിക്കവാറും ഉള്ളവർ വിശ്വസിച്ചിരിക്കുന്നത് യേശു വെറും ഒരു അഡോണിയായ കർത്താവ്, അതായത് രണ്ടാമനായ കർത്താവെന്ന അല്ല, അവൻ അഡോണായി എന്ന കർത്താവാണ്. അത് വിശ്വസിക്കുന്നവരാണ്. അവൻ ആത്മാവിൽ ഉള്ളവർക്ക് മാത്രം അവൻ അഡോണായി ആയ കർത്താവ്, അതായത് കർത്താതി കർത്താവ്, കർത്താക്കന്മാരുടെ മേളിലുള്ള കർത്താവ്, ഏക കർത്താവ് എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നത്. അത് ആത്മാവ് ലഭിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പറഞ്ഞത് മാതിരി പത്രോസ് പറഞ്ഞത് കേട്ടാൽ മാത്രമേ നമുക്ക് ആത്മാവ് ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് 10:15 11:15 10:15 അല്ലേ? ഓക്കെ. ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണമെങ്കിൽ ജോയ് പാസ്റ്റർ ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്തു, ഒന്ന് മൊത്തത്തിൽ ഒന്ന് കിട്ടിയ കാര്യങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് ഒരു ടോട്ടൽ ഒരു സംഗ്രഹിച്ചിട്ട് ഒരു കൺക്ലൂഷൻ വേണമെങ്കിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരിവിടെ നൽകിയ സന്ദേശങ്ങള് എന്റെ മാന്യ സ്നേഹിതരെ, കേൾക്കുന്നവരായ നിങ്ങൾക്ക് ഇത് ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ദാനം എന്ന് മനസ്സിലാക്കി. കാരണം എന്ന് ചോദിച്ചാല് ഇത് ദൈവം വിശുദ്ധന്മാർക്കും വിശ്വസന്മാർക്കും മാത്രം ദൈവം അവരുടെ കരങ്ങളിൽ പരമേൽപ്പിച്ച്, ഇന്ന് ഞങ്ങൾ അറിയുന്നു മറ്റു പല ബന്ധക്കോസുകാരും മറ്റു പല സംഘടനക്കാര് അവര് പറയാത്ത പരമസത്യങ്ങളാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പരിശോധിക്കുകയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രാരംഭത്തിൽ ജോസ് ഫറീസ് ഭാഷ പറഞ്ഞതുപോലെ മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ ഞങ്ങളോട് ചോദിച്ചാൽ അതിന് ഞങ്ങൾ മറുപടി തരാം. അല്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനുള്ള താല്പര്യത്തോടെയാണെങ്കിൽ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ മാന്യമായ ഭാഷയിൽ പഠിപ്പിച്ചാൽ ഞങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ മതി. ഈ ലോകത്തിലുള്ള ആരായിരുന്നാലും നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ വന്നാൽ അതിന് ഞങ്ങൾ അവസരം തരുന്നു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ബൈബിളിലൂടെ മറുപടി തരുന്നതിനും സ്വാഗതമുണ്ട് എന്ന് പറഞ്ഞ് ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.